ESP എന്ന് പറയുന്നത് എന്താണ്? ഇതിന് യുക്തി കൊണ്ട് വിശദീകരിക്കാവുന്ന വല്ല വിശദീകരണവുമുണ്ടോ? ഈ ESP എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, ഇന്ദ്രിയാതീത സംവേദനം എന്ന് പറയാം. ഇന്ദ്രിയങ്ങളിൽ കൂടെ അല്ലാതെ അറിവ് കിട്ടുന്നതിനെയാണ് ESP എന്ന് പറയുന്നത്. ഇതിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ക്ലാർവോയൻസ്, ടെലിപ്പതി, പ്രീകോഗ്നിഷൻ. ക്ലാർവോയൻസ് എന്ന് പറഞ്ഞാൽ അടച്ചു വച്ചിരിക്കുന്നതോ ദൂരെ ഇരിക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യം സെൻസ് ചെയ്യുക. ടെലിപ്പതി എന്ന് പറഞ്ഞാൽ മനസ്സുകൾ തമ്മിൽ ഇന്ദ്രിയങ്ങളിൽ കൂടെ അല്ലാതെ കമ്മ്യൂണിക്കേഷൻ നടത്തുക. പ്രീകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഭാവി നേരിട്ട് അറിയുക. ഇതെങ്ങനെ വിശദീകരിക്കും? ഇതിന് പല വിശദീകരണങ്ങളുണ്ട്. പഴയ കാലത്ത് ഈ ബ്രെയിൻ വേവ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. അതിന് ഇന്ന് വലിയ പ്രസക്തിയില്ല. ഇന്ന് ബോധ മനഃശാസ്ത്രം, സൈക്കോളജി ഓഫ് കോൺഷ്യസ്നെസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വിശദീകരണത്തിനാണ് കൂടുതൽ പ്രസക്തിയുള്ളത്. അതായത് നമ്മുടെ മനസ്സുകളെല്ലാം തന്നെ കണക്റ്റഡാണ് എന്നുള്ള ഒരു സിദ്ധാന്തം. നമ്മുടെ മനസ്സുകളെല്ലാം കടലിൽ തിരമാലകൾ പൊങ്ങുന്നത് പോലെയാണ്. ഈ തിരമാലകളെല്ലാം അടിയിൽ കണക്റ്റഡാണ്. കാരണം ഒരേ സമുദ്രത്തിൽ നിന്നാണ് എല്ലാ തിരമാലകളും ഉത്ഭവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രത്യേകിച്ചുള്ള സെൽഫ്, അഹംബോധം, അതിൻ്റെ പ്രക്രിയയിൽ ഉണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ നമ്മളുടെ സെൽഫിൻ്റെ ഒരു കെട്ടുറപ്പ് നിലനിർത്തുന്നത് ഈഗോ ആണ്. ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ചുള്ള വേറിട്ടുള്ള അഹംബോധത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. ഇതാണ് നമ്മളുടെ മനസ്സിനെ ബാക്കിയുള്ള മനസ്സുകളുമായിട്ട് വേർതിരിച്ച് നിർത്തുന്നത്. എപ്പോഴെങ്കിലും ഈ ഈഗോ ഇല്ലാതായാൽ പിന്നെ നമ്മളുടെ മനസ്സ് വേറൊരു മനസ്സുമായിട്ട് ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവസ്ഥയിലെത്തും. അപ്പോഴാണ് ടെലിപ്പതി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടെലിപ്പതിയുടെ ഒരു അടിസ്ഥാനപരമായ വിശദീകരണം ഇതാണ്. അതായത് നമുക്ക് ഈഗോ ഇല്ലാത്ത ഒരവസ്ഥ സംജാതമാവുകയാണെങ്കിൽ നമ്മുടെ സെൽഫ് ട്രാൻസ്പെറൻ്റ് ആവും. ആ ഈഗോ ഇല്ലാത്ത അവസ്ഥയിൽ ടെലിപ്പതി സാധ്യമാകും. നമ്മളും വേറൊരാളും തമ്മിൽ ഇന്ദ്രിയങ്ങളിൽ കൂടി അല്ലാതെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിച്ചെന്ന് വരെ. ഈ സാധാരണ ഈ പത്തോളജിക്കൽ പോപ്പുലേഷനിൽ, അതായത് മാനസിക പ്രശ്നങ്ങളുള്ളവരിൽ ESP കൂടുതലാണെന്ന് പണ്ടുതൊട്ടേ ഗവേഷകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് സൈക്കോസിസ് ആയാലും ശരി, ന്യൂറോസിസ് ആയാലും ശരി, ഈ മെൻ്റൽ റിട്ടാർഡേഷൻ ആയാലും ശരി, ഇങ്ങനെയുള്ള ഡീവിയൻ ഗ്രൂപ്പ്സിൽ ESP അല്ലെങ്കിൽ സൈക്കോകാനസിസും അതിൻ്റെ കൂടെ വരും. ഇതെല്ലാം സൈക്കപ്പാസിറ്റീസ്. ഈ കപ്പാസിറ്റീസ് എന്ന് പറയുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അത്ര റെലവൻ്റ് അല്ല എങ്കിലും ഈ പ്രക്രിയകൾ ഈ പാത്തോളജിക്കൽ പോപ്പുലേഷനിൽ പൊതുവെ കൂടുതലാണ്.
അപ്പോൾ ഈ പത്തോളജിക്കൽ പോപ്പുലേഷൻ്റെ ഒരു പ്രത്യേകത, അവർ പലരും ബോധപൂർവമോ അല്ലാതെയോ വൈകാരിക സംഘർഷം അനുഭവിക്കുന്നവരാണ്. ഈ വൈകാരിക സംഘർഷം വളരെ കൂടുമ്പോൾ അവരുടെ ഈഗോ ഇല്ലാതാകും. അവരുടെ ഉത്കടമായ സഫറിങ് കൊണ്ട് അവരൊരു നിസ്സഹായ അവസ്ഥയിലെത്തും. അപ്പോൾ അവരുടെ ഈഗോ ഇല്ലാതാകും. അപ്പോൾ അവരുടെ മനസ്സ് ട്രാൻസ്പെറൻ്റ് ആകും. അപ്പോൾ ചിലപ്പോൾ ടെലിപ്പതി വർക്ക് ചെയ്തെന്ന് വരും. ഇവയെ സംബന്ധിച്ച് ഒരുപാട് ഗവേഷണ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അടുത്ത കാലത്ത് പല പുസ്തകങ്ങളും തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഡയാൻ പൗവൽ എന്നൊരു സ്ത്രീ എഴുതിയ ഒരു പുസ്തകം DSP എനിഗ്മ. ഈ പുസ്തകത്തിൽ അവർ എല്ലാത്തരം പാത്തോളജിക്കൽ ഡീവിയേഷൻസിനെ പറ്റിയും പറയുന്നുണ്ടെങ്കിലും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ കാണുന്ന ടെലിപ്പതിയെ പറ്റിയാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഡയാൻ പൗവൽ ഈ വിഷയത്തിൽ കുറേ വേറെയും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എങ്കിലും ESP എനിഗ്മ എന്ന പുസ്തകത്തിലാണ് ഈ ഓട്ടിസ്റ്റിക് കുട്ടികളുടെ ESPയെ പറ്റി കൂടുതൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തിയിട്ടുള്ള പല പഠനങ്ങളും അവർ കോട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത കാലത്ത് ഈ കേരളത്തിൽ ഈ ഓട്ടിസം ഉള്ള കുറേ കുട്ടികൾ ഇങ്ങനെ ടെലിപ്പതി കാണിക്കുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ വന്നു. അപ്പം ഞാൻ ഈ കുറേ കേസുകൾ പോയി സ്റ്റഡി ചെയ്തു. 4-5 കേസ് ഞാൻ നേരിട്ട് പോയി പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇവരെല്ലാം സാധാരണ അമ്മയുമായിട്ടാണ് ടെലിപ്പതി കൂടുതൽ കാണിക്കുന്നത്. ആദ്യം അമ്മ കുട്ടിയെ തൊട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അമ്മയെ നമ്മൾ എന്തെങ്കിലും ഒന്ന് രഹസ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ കുട്ടി അത് ബോർഡിൽ എഴുതുകയോ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുകയോ ചെയ്യും. അപ്പം അമ്മ കുട്ടിയെ ആദ്യം തൊടണമായിരുന്നു. പക്ഷേ വെറുതെ തൊടുകയേ ഉള്ളൂ. അത് കുട്ടിയുടെ ദേഹത്ത് എന്തെങ്കിലും എഴുതുന്നതായിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ പാരാസൈക്കോളജിയിൽ ഒരു ഫൈൻഡിങ് നേരത്തെ ഉള്ളത് ഈ ടച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തൊടുന്നത് ഫെസിലിറ്റേഷന് സഹായിക്കും. അതായത് ടെലിപ്പതിക്ക് സഹായകമാകും. അതായത് ടച്ചിൽ കൂടെ ഒന്നും വിരലുകൊണ്ട് സിഗ്നലൊന്നും കൊടുക്കണ്ട, വെറുതെ തൊട്ടാൽ മതി. ഇത് പണ്ടേ ഉള്ള ഒരു ഫൈൻഡിങ് ആണ്. എങ്കിലും എന്തുകൊണ്ട് അമ്മ തൊട്ടില്ലെങ്കിൽ ഇത് നടക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം അവശേഷിച്ചു. അങ്ങനെയായിരുന്നപ്പോഴാണ് ഒരു കുട്ടി മുമ്പോട്ട് വന്നത്. ആ കുട്ടിയുടെ പേര് നാൻ എന്നാണ്. ആറ്റിങ്ങലാണ് ആ കുട്ടിയുടെ വീട്. ആ കുട്ടി അമ്മ തൊടാതെ തന്നെ ESP കാണിക്കുന്നു. ഈ വിവരം അറിഞ്ഞ് ഞാൻ എറണാകുളത്ത് വെച്ച് നടന്ന ഒരു പരീക്ഷണത്തിൽ പങ്കെടുക്കാൻ പോയി. ഒരു പ്രസിദ്ധ മജീഷ്യനായ RK മലയത്താണ് ഈ പരീക്ഷണം സംഘടിപ്പിച്ചത്. അപ്പോൾ മലയത്ത് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസോസിയേഷനിൽപ്പെട്ട വേറെ കുറേ മാജിക്കുകാരും ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം മുമ്പിൽ വെച്ച് 3-4 ഓട്ടിസ്റ്റിക് കുട്ടികൾ ഇങ്ങനെ അമ്മയുമായിട്ടുള്ള ടെലിപ്പതി ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. പക്ഷേ ഞാൻ അമ്മ തൊടാതെ തന്നെ അമ്മയെ കാണിക്കുന്ന വാക്കുകളോ നമ്പറുകളോ ഒക്കെ കുട്ടി ഒരു തെറ്റും കൂടാതെ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തു. അപ്പോൾ RK മലയത്ത് വളരെ അറിയപ്പെട്ട സീനിയർ മജീഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഇതിനകത്ത് ഒരു ട്രിക്കും എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇതിനെ തുടർന്ന് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി 2-3 പ്രാവശ്യം ഞങ്ങൾ പോയി നിരവധി പരീക്ഷണങ്ങൾ നടത്തി. അപ്പോഴൊക്കെ ഒരു തെറ്റും കൂടാതെ
അമ്മയെ കാണിക്കുന്ന വാചകങ്ങളോ നമ്പറുകളോ ഈ കുട്ടി കുറച്ച് ദൂരെ ഇരുന്ന് ലാപ്ടോപ്പിൽ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു സിഗ്നൽ കൊണ്ടല്ല ഇത് നടക്കുന്നത്. അത് വളരെ ക്ലിയറാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് കുട്ടിയെ കൊണ്ട് ഇത് ചെയ്യിക്കാനായിട്ട് ചില ചെറിയ വാചകങ്ങൾ പറയും. എഴുതടാ മോനെ, സ്റ്റാർട്ട്, ഇങ്ങനെ അത് ഇടയ്ക്കിടയ്ക്കേ പറയുന്നുള്ളൂ. ഈ ആറ്റിങ്ങല് ഒരു സ്റ്റേജിൽ വെച്ച് ഈ കുട്ടി ഒരു പെർഫോമൻസ് നടത്തി. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇത് ഒരിക്കലും നടക്കുകയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ ഓട്ടിസ്റ്റിക് കുട്ടികൾ വളരെ സെൻസിറ്റീവാണ്. അവരുടെ ചുറ്റുപാടിൽ ചെറിയ മാറ്റം വന്നാൽ പോലും അവർ ഓഫ് മൂഡാകും. അതുകൊണ്ട് ഇത് നടക്കുന്ന പരിപാടിയല്ല. എന്തിന് ഇവരിത് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഈ ഒരു 38 അക്കങ്ങളുള്ള ഒരു നമ്പർ, അത് അമ്മ ഇങ്ങനെ ഓരോന്നായിട്ട് നോക്കുന്നു. ഉടൻ തന്നെ കുട്ടി അത് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ 38 അക്കങ്ങൾ കുട്ടി ടൈപ്പ് ചെയ്തപ്പോൾ 2-3 പ്രാവശ്യമേ അമ്മ എന്തെങ്കിലും തന്നെ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള കോഡല്ല, സിഗ്നലല്ല. പിന്നെ അമ്മ കണ്ണുകൊണ്ട് ആംഗ്യങ്ങളൊന്നും കാണിക്കാതിരിക്കാനായിട്ട് അമ്മയെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിരുന്നു. പിന്നെ അമ്മ അംഗവിക്ഷേപങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല. അമ്മയുടെ കൈകൾ വെറുതെ ഇരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങളെല്ലാവരും വീക്ഷിച്ചു. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കോഡോ സിഗ്നലോ ഇല്ല എന്നുള്ളത് വളരെ ഓബ്വിയസ് ആണ്. Okay. അവിടെ ഒളിച്ചിരുന്ന് പറഞ്ഞു കൊടുത്തെന്നുള്ള ഇത് हाँ